ഫൈനാൻസിനെതിരെ കൊല്ലത്തും പരാതി. ഇല്ലാത്ത ലോണിന്റെ പേരിൽ സിബിൽ സ്കോർ കുറഞ്ഞതായി മരുതുംപള്ളി സ്വദേശി സുമൻ. തന്റെ പേരിൽ 2 ലോണുകളുണ്ടെന്നും 65 ലക്ഷം രൂപ കടബാധ്യതയുണ്ടെന്നും സുമൻ. 31 ലക്ഷത്തോളം കുടിശ്ശികയായി കാണുന്ന ലോണിന്റെ തിരിച്ചടവ് 2025 നവംബർ മുതൽ നടക്കുന്നുണ്ടെന്നും സുമൻ പറഞ്ഞു. ഞാനിപ്പോൾ നോക്കിയപ്പോൾ കാണാം എൻ്റെ പേരിൽ 2 ലോൺ 2012 കിടക്കുന്നത്. അതുകൊണ്ട് 31 ലക്ഷം രൂപ 1 വർഷം തന്നെ 2 ലോൺ അടുപ്പിച്ചെടുത്തേക്കുന്നത്. ഇതിപ്പോൾ നിലവിൽ ഡിസംബർ തൊട്ട് അടച്ചു തുടങ്ങിയത് ആരുടെ പേരിലാണെന്നോ എന്ത് പേരിലാണെന്നോ എനിക്കറിയത്തില്ല. നമ്മളിപ്പം അതിൻ്റെ സിവിൽ നോക്കിയപ്പോഴാണ് കാണുന്നത് 65 ലക്ഷം രൂപയാണ് കാണിക്കുന്നതിനകത്ത്. കമ്പനിയായിട്ട് ബന്ധപ്പെട്ടപ്പോഴെന്ന് പറഞ്ഞാൽ അവരുടെ മാനേജർ വിളിച്ചായിരുന്നു. പുള്ളി പറയുന്നത് കഴിഞ്ഞാൽ റിസർവ് ബാങ്കിൻ്റെ എന്തോ ഈ സിസ്റ്റത്തിൽ വന്നേക്കുന്നത്. അത് ഉടൻ അടുത്ത ഗൂഗിളിൻ്റെ സോഫ്റ്റ്വെയർ മാറുമ്പോൾ ഇതെല്ലാം തന്നെ മാറിക്കോളുമെന്ന് ഫോണിൽ നിന്ന്, അല്ലാതെ ഒന്നും വരത്തില്ലെന്നൊക്കെ പറയുന്നത്. അതിനിടെ സാങ്കേതിക തകരാറാണെന്നാണ് ബാങ്ക് നൽകുന്ന വിശദീകരണം. ഷമീർ അബ്ദുൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ഷമീർ, ഗുഡ് മോർണിംഗ്. ഷമീർ, കൊല്ലത്ത് നിന്നും സമാനമായ പരാതി മറ്റിടങ്ങളിൽ വന്നതുപോലെ വരികയാണ്. എന്താണ് നിലവിൽ ഇവർ പറയുന്നതനുസരിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്താണ്? സേതു, ഗുഡ് മോർണിംഗ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതായത് ശ്രീറാം ഫിനാൻസുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരാൾക്ക് എങ്ങനെ അയാളുടെ പേരിൽ ശ്രീറാം ഫിനാൻസിന് ലോൺ എടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതും 2012 ഈ മരുതുംപള്ളി സ്വദേശി സുമന്റെ പേരിൽ ഇത്തരത്തിലൊരു ലോൺ ഓപ്പൺ ആയിരിക്കുന്നത്. ആ ലോൺ ഇക്കഴിഞ്ഞ നവംബർ മാസം മുതൽ അടച്ചു തുടങ്ങിയിട്ടുമുണ്ട്. അതും സിവിൽ സ്കോറിൽ പരിശോധിക്കുമ്പോൾ അതിൻ്റെ വിവരങ്ങളും നമുക്ക് കിട്ടുന്നു. ആരാണ് ഈ ലോൺ എടുത്തത്, ഏത് വെഹിക്കിളിൻ്റെ പേരിലാണ് ഈ ലോൺ ഉള്ളത്, ആരാണ് ഏത് അക്കൗണ്ടിൽ നിന്നാണ് ഈ പണം അടയ്ക്കുന്നത് തുടങ്ങിയ ചോദ്യങ്ങൾക്ക് ശ്രീറാം ഫിനാൻസിന് മറുപടിയില്ല. ഇതിൽ ചില ടെക്നിക്കൽ തകരാറ് മൂലമാണ് ഇത് സംഭവിച്ചത് എന്നൊരു വിശദീകരണം മാത്രമാണ് ശ്രീറാം ഫിനാൻസിനെതിരെ ഉള്ളത്. ഇതിൽ ഇദ്ദേഹം വർക്കല പോലീസിന് ആദ്യം പരാതി നൽകിയെങ്കിലും പോലീസ് ഈ പരാതി ഗൗരവമായി കണ്ടതുമില്ല. ഇപ്പോൾ ഒരു പുതിയ വാഹനം എടുക്കാനായി ശ്രമിച്ചപ്പോഴാണ് ഇത്തരത്തിൽ 65 ലക്ഷം രൂപയോളം കുടിശ്ശികയുണ്ട് എന്ന് അദ്ദേഹം കണ്ടെത്തുകയും ചെയ്തത്. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ മുന്നോട്ട് പോവുകയാണ്. തൻ്റെ കരമടച്ച വീടിൻ്റെ റെസീറ്റ് ഉൾപ്പെടെ ബാങ്കിന് ലഭിച്ചിരിക്കുന്നു. അതായത് താൻ ഭൂമി വാങ്ങുന്നത് ഇക്കഴിഞ്ഞ വർഷമാണ്. ആ വർഷമുള്ള കരമടച്ച റെസീറ്റ് എങ്ങനെ ശ്രീറാം ഫിനാൻസിൻ്റെ കയ്യിലേക്ക് എത്തി? ഈ ചോദ്യങ്ങൾക്കൊന്നും തന്നെ ശ്രീറാം ഫിനാൻസിനോ അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കോ മറുപടിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ ലോണുകൾ എടുത്തിരിക്കുന്നത് പരിശോധിക്കുമ്പോൾ 2012 4,54,743 രൂപയുടെ ഒരു ലോൺ. ആ ലോൺ കുടിശ്ശിക സഹിതം നിലവിൽ 28 ലക്ഷം രൂപ ഈ സുമൻ തിരിച്ചടയ്ക്കാനുണ്ട്. ഒപ്പം തന്നെ അതേ വർഷം 4 ലക്ഷം രൂപ വീണ്ടും ലോൺ എടുത്തിരിക്കുന്നു. അതിൻ്റെ കുടിശ്ശിക 31 ലക്ഷം രൂപ ആയിരിക്കുന്നു. അങ്ങനെ ഏതാണ്ട് 65 ലക്ഷം രൂപയാണ് ഒരു സാധാരണക്കാരൻ്റെ പേരിൽ ശ്രീറാം ഫിനാൻസ് കുടിശ്ശികയായി വെച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി തവണ കൊല്ലം ചാത്തന്നൂരുള്ള ശ്രീറാം ഫിനാൻസിൻ്റെ ഓഫീസിലും ഒപ്പം കൊട്ടാരക്കരയിലുള്ള ശ്രീറാം ഫിനാൻസുമായി ബന്ധപ്പെട്ടെങ്കിലും അവർക്ക് യാതൊരു മറുപടിയുമില്ല, യാതൊരു ഉത്തരവാദിത്വവുമില്ല. ഇപ്പോൾ പറയുന്നത് തനിക്ക് 51 സെന്റ് ഭൂമിയുണ്ട്, ആ ഭൂമി ഇത്തരത്തിൽ അറ്റാച്ച് ചെയ്യപ്പെട്ടിരിക്കുകയാണ് എന്നാണ് പ്രധാനമായും പറയുന്നത്. അദ്ദേഹം പറയുന്നത് താൻ ഭൂമി വാങ്ങിയത് കഴിഞ്ഞ മാസമാണ്. അപ്പോൾ ഈ ലോൺ എടുത്തിരിക്കുന്നത് 2012-ലും. അപ്പോൾ 2012-ൽ തനിക്ക് ഭൂമിയോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ആ ലോൺ ഓൺ ഗോയിങ് ആയിട്ട് മുന്നോട്ട് പോകുന്നു. അത് ഇക്കഴിഞ്ഞ നവംബർ മുതൽ എടുക്കുന്നു. ഇപ്പോൾ വാങ്ങിച്ച തൻ്റെ ഭൂമി ഇത്തരത്തിൽ അറ്റാച്ച് ചെയ്യപ്പെട്ടിരിക്കുകയും ചെയ്തിരിക്കുകയാണ്. അത് വളരെ ഗൗരവമായ കാര്യമാണ്. അങ്ങനെ ഓരോ ആളുകളും ഇത്തരത്തിൽ സിബിൽ സ്കോർ, സാധാരണക്കാരായ മനുഷ്യർ സിബിൽ സ്കോർ ചെക്ക് ചെയ്യുമ്പോഴാണ് ഇത്തരത്തിൽ ശ്രീറാം ഫിനാൻസ് ഇത്തരം ഒരു തട്ടിപ്പ് നടത്തിയിട്ടുള്ളത് എന്ന് വ്യക്തമാകുന്നു എന്ന് വേണം പറയാൻ. എന്തായാലും ശ്രീറാം ഫിനാൻസിന് ഇതൊരു ടെക്നിക്കൽ തകരാറാണെങ്കിൽ സാധാരണക്കാരായ മനുഷ്യർക്ക് എന്താണ് ഇതിൽ ചെയ്യാൻ കഴിയുക, അവർ എവിടേക്കാണ് പരാതിയുമായി പോകേണ്ടത് തുടങ്ങിയ ചോദ്യങ്ങളാണ്. ഒപ്പം ഇത് ശരിക്കും സാധാരണക്കാരായ മനുഷ്യർ ഈ കാര്യത്തിലൊക്കെ വളരെ കൺഫ്യൂസ്ഡ് ആയിരിക്കും. അതിൽ ഒരു ഉത്തരം ഉണ്ടാകും, അല്ലെങ്കിൽ ആശങ്കകൾ മാറും. അത് എന്ന് തീരും എന്നുള്ളതൊക്കെയാണ് ഒരു വലിയ ചോദ്യമായി നിലനിൽക്കുന്നത്.